നമസ്കാരം ആശാനെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ Q&A നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് അടുത്ത് കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ വീഡിയോ ലെന്ത് ഓവറാക്കണ്ട എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ഏകദേശം 10-24 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളെ കൂട്ടുകാരെങ്കിലും ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതുകൂടെ കാണുക. കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇതിലേക്ക് വരുന്നത്. അതിൽ വന്നിട്ട് നമ്മൾ ഈ പ്രാവിൻ്റെ തമരനെ കുറിച്ച്, തമരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ച ഡൗട്ട് ആ രീതിയിലുള്ള അതിൻ്റെ ഉത്തരമാണ് ആശാൻ പറഞ്ഞിട്ടുള്ളത്. വന്നിട്ട് എന്താണ് തമരുള്ള പ്രാവ് പറക്കുമോ, തമര് ഇല്ലാത്ത പ്രാവിനെ എങ്ങനെ ജോഡി സെറ്റ് ചെയ്യുക, അങ്ങനെ നിങ്ങൾ ചോദിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ആശാൻ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു പുതിയ ലൈനേജ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്, ലൈനേജ് മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ വന്നിട്ട് മടി പിടിച്ച പ്രാവുകൾ, ഈ മസ്തായ പ്രാവുകളൊക്കെ ഇങ്ങനെ പറക്കും, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ആശാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ. സോ ആരെങ്കിലും കാണാത്താരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാണുക. അതേപോലെ ആശാനെ, നമുക്ക് വേറെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഇതേപോലെ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കേജിൽ വന്നിട്ട് വെയിലടിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. വന്നിട്ട് ഇപ്പോൾ വലിയ രീതിയിൽ കേജ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കൂട് വയ്ക്കാതെ ജസ്റ്റ് കേജ് ഉണ്ടാക്കി സെറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരുപാട് കൂട്ടുകാർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. അപ്പോൾ ഇതേപോലെ 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് കറക്റ്റായിട്ടെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുമോ എന്നുള്ളത്. അതിൻ്റെ കൂട് ആശാൻ വെച്ചിങ്ങനെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ള രീതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നോക്കിയാലോ. പ്രിയ പ്രേക്ഷകരെ, ഞാനിത് 8ാമത്തെ വീഡിയോയാണ്. കഴിഞ്ഞ വീഡിയോയിൽ തമരൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. തെമരില്ലാത്ത പ്രാവിനെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. തെമരില്ലാതെ ഒരു പ്രാവിനും ജീവിക്കാൻ പറ്റില്ല. തെമരില്ലാത്ത പ്രാവിന് ഞാൻ കാണിച്ചതുപോലെ തെമരുള്ള വംശത്തിലുള്ള പ്രാവ് സെറ്റ് ചെയ്യുക. അതുപോലെ എപ്പോഴും മനസ്സിലാക്കണം, കളറല്ല വംശമാണ് ഇത്. അങ്ങനെ തെമരില്ലാത്ത പ്രാവിന് തെമരുള്ള പ്രാവിനെ സെറ്റ് ചെയ്തിട്ട് കുഞ്ച് വിരിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ തെമര് നോക്കണം. നല്ല തെറിച്ച് നിൽക്കും ആ കുഞ്ഞുങ്ങളെ തെമര്. ചില വംശത്തിൽ തെമരില്ലാത്ത പ്രാവ് സൂപ്പർ പ്രാവാണ്. സുഹൃത്തെ, ഒരു കയ്യിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു കയ്യിൽ സ്വാധീനം കുറഞ്ഞ ആളിന് മറ്റേ കയ്യിൽ ദൈവം ഭയങ്കര ആരോഗ്യം കൊടുക്കും. ഇളിക്ക് താഴെ സംഭിച്ച ആളിന് കയ്യും കാലും തലയും കണ്ണുമൊക്കെ നല്ല ഇത് കൊടുക്കും ഈശ്വരനെന്നൊരു ശക്തിയുണ്ട്. അപ്പോൾ തെമരില്ലാത്ത പ്രാവിന് എണ്ണ എടുക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഈ ഓയിൽ ഗ്രന്ഥി അല്ലാതെയും ദൈവം ചില ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പോയിട്ട് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ പ്രാവ് മുട്ട ഇടുമ്പോൾ ആദ്യത്തെ മുട്ട ഇടുന്നതിൻ്റെ അന്ന് അതിൻ്റെ 2 ദിവസത്തേക്ക് മുമ്പ് കാലങ്ങ് കുഴഞ്ഞു, പിന്നെ ചിറവ് കൊണ്ടാണ് നടക്കുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് മരുന്നാണ് ഈ മരുന്ന്. ഇത് നമുക്ക് മനുഷ്യർക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ എല്ലിനും ഇതിനൊക്കെ ആരോഗ്യക്കുറവായിട്ട് വരുന്ന സമയത്ത് മനുഷ്യർ യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ്. ഇതിൻ്റെ ടാബ്ലറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വിറ്റാമിൻ ആൻഡ് കാൽഷ്യം. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു 10, 30 രൂപ 60 രൂപ എന്തോ വരുള്ളൂ ടാബ്ലറ്റ്. എന്നാലും ഇതിപ്പോൾ സിറപ്പാണല്ലോ, ഇത് 90 രൂപയാണ് വരുന്നത്. ഒരു പ്രാവ് വളർത്തുകാരെ ഈ മരുന്ന് എപ്പോഴും വീട്ടിൽ വെച്ചേക്കണം. പൊടിക്കുഞ്ഞുങ്ങൾക്ക് കാല് സംഭിക്കൽ, ചിറവ് സംഭരിക്കരുത്, അനങ്ങാതിരിക്കുക, മുട്ടുകൊണ്ട് നടക്കുക, അതിനെല്ലാം ഇത് എല്ലിൻ്റെ ഇതാണ്. നമ്മളെ എല്ലിന് കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്ന സമയത്ത് തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കേണ്ട മരുന്നാണിത്. കാൽഷ്യം ആൻഡ് വിറ്റാമിൻ D3 എന്ന് പറഞ്ഞത്. ഇനി പ്രാവിന് ദഹനക്കേടോ കക്കലോ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വിരയ്ക്ക് മരുന്ന് കൊടുക്കുന്ന പ്രാവായിരിക്കണം. ഈ ഡൈജി പ്ലസ് നല്ലതാണ്. ഇത് ഡൈജഷനുള്ളത്, നമ്മുടെ പ്രോപ്പർ ഡൈജഷൻ ഇതൊക്കെ നടക്കണം. പിന്നെ വേറൊരു കാര്യം, ചിലർ ഓവറായിട്ട് ഫുഡ് കുത്തിയിറക്കുന്നതുകൊണ്ടായിരിക്കും അത് കക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓവറായിട്ട് ഫുഡ് കുത്തിയിറക്കണം. അല്ലാതെ ഡൈജഷൻ ഇഷ്യൂ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കൊടുക്കാതെ. ആശാൻ ഇതിൻ്റെ അളവ് എങ്ങനെയായിരിക്കും കൊടുക്കേണ്ടത്? എത്ര? ഓക്കെ, ഇതിലൊരു 3 തുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡൈജഷൻ ഇഷ്യൂ ഇതൊക്കെ വരണതിൽ കറക്റ്റ് ആവും, ഡൈജസ്റ്റ് ആവാതിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഈ വിറ്റാമിൻ ആൻഡ് കാൽഷ്യം എത്ര ഡ്രോപ്പ് കൊടുക്കുന്നത് ആശാൻ? അതോ ഇത് ഇതൊന്നും ഞങ്ങൾ വെള്ളത്തിൽ കലക്കി കൊടുക്കും. ഡ്രോപ്പ് കറക്റ്റായിട്ട് നമ്മൾ ചെറിയ സിറിഞ്ചിലെടുത്ത് 3 ഡ്രോപ്പ് 4 ഡ്രോപ്പ് വെച്ച് കൊടുക്കുകയാണ്. ഇനി പ്രാവിന് എന്തെങ്കിലും വരുമ്പോൾ ആൻറ്റിബയോട്ടിക് ഈ മരുന്ന് കൊടുത്താൽ 5 ദിവസം 10 നേരം കൊടുക്കണം. ഇത് വന്നിട്ട് അസിട്രോമൈസിൻ്റെ സിറപ്പാണ്. ഇതിന് പകരം നമ്മൾ അസിട്രാൾ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, അത് കൊടുത്താലും മതി. രണ്ടും അസിട്രോമൈസിനാണ്. രണ്ടും വന്നിട്ട് ആൻറ്റിബയോട്ടിക് വന്നിട്ട് അസിട്രോമൈസിൻ്റെ ആൻറ്റിബയോട്ടിക്. ക്ലിയർ ആവുള്ള വീഡിയോയിൽ ആശാൻ ഒന്ന് പിടിച്ച ആശാൻ
ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് അഥവാ മെഡിക്കൽ സ്റ്റോറിലെല്ലാം കൊണ്ട് കാണിക്കുന്നത് ഇത്, അല്ലെങ്കിൽ അസിട്രാൾ എന്ന് പറഞ്ഞാലും മതി. അസിട്രോമൈസിൻ്റെ തന്നെ ഞാൻ അസിട്രാൾ കൊടുത്തിട്ടുണ്ട്, വന്നിട്ട് നല്ല റിസൾട്ടുള്ള തന്നെ. ഒരു 3 ഡ്രോപ്പ് വന്നിട്ട് കുഞ്ഞന്മാർക്കായാലും ആർക്കായാലും നമ്മൾ ഈ മഴയൊക്കെ നനഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് അഥവാ ഒരു ചെറിയ കഫത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ തോന്നിക്കഴിഞ്ഞാൽ ഒരു 3 ഡ്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ. ഇത് മനുഷ്യർക്ക് യൂസ് ചെയ്യുന്ന മരുന്നാണ്. നമ്മളെ കൊച്ചു പിള്ളേർക്ക് ഈ 3 വയസ്സ് അങ്ങനെയുള്ള പിള്ളേർക്ക് മറ്റ് യൂസ് ചെയ്യുന്ന സിറപ്പാണ്. ഇതിൻ്റെ ടാബ്ലറ്റ് ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട് മനുഷ്യർക്കുള്ളത്, അതായത് അഡൽട്ട്സ് ആയിട്ടുള്ളവർക്ക്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. പ്രാവ് കൊടുക്കുമ്പോൾ സിറപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഒരു 3 ഡ്രോപ്പ് ടാബ്ലറ്റ് കൊടുക്കുന്നവരുണ്ട്, പക്ഷേ അത് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഒരു 4 5 ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത് പ്രാവുക്ക്. ഇതാകുമ്പോൾ കറക്റ്റ് ഒരു മെഷർമെൻറ്റിൽ കൊടുക്കാൻ പറ്റും അല്ലേ അച്ഛനെ, സിറപ്പ് ആകുമ്പോൾ. ആൽബമാർ ഇത് വന്നിട്ട് നമ്മൾ ഡീവാമിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് കോഴിക്ക് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. കോഴിക്കും ബാക്കിയുള്ള എല്ലാത്തിനും എല്ലാ മൃഗങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. കോഴിക്കൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 10-100 കോഴിക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 45 ml, ഒരു 100 കോഴി ഉണ്ടെങ്കിൽ ഒരു 45 ml ഫുഡിൽ എന്തെങ്കിലും കലക്കി വെച്ച് കൊടുത്താൽ മതി. കോഴികൾ കഴിക്കുമ്പോഴേക്കും അതിന് ഡീവാമിങ്. അതേപോലെ പ്രാവിന് കൊടുക്കുമ്പോൾ നമ്മൾ ഡ്രോപ്പ് പോട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതും പ്രാവിന് കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു 3 തുള്ളി വെച്ചിട്ട് കൊടുത്ത് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒരിക്കലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു 100% പറയല്ല അച്ഛന്. 100 എന്നാലും ഡീവാമിങ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കണമെന്ന് 2 പ്രാവശ്യം കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ അച്ഛന്? അതാണ് ഇത്. ഓക്കെ, ഇത് വൈറ്റമിൻ ഇതാണ്, പൗഡർ പോലെയാണ് പറഞ്ഞത്. ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് വിറ്റാമിൻ എ, ഇ, D3 അങ്ങനെയുള്ള എല്ലാ വൈറ്റമിൻസും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ്. ഓക്കെ, ഇത് വന്നിട്ട് 72 രൂപ വരുന്നുണ്ട്. ഇത് 2 തുള്ളി വെച്ചിട്ട് അതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞു കുഞ്ഞിന്? 5 ദിവസമൊക്കെ കഴിഞ്ഞിട്ട്. ഓക്കെ, ഈ ക്രോപ്പ് മിൽക്ക് എടുക്കുന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സിങ്കോവിറ്റിന് പകരം സിങ്കോവിറ്റും കൊടുക്കും. ഓക്കെ, ഇതേ സെയിം സാധനമുണ്ട്, സിങ്കോവിറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞുണ്ട്. അത് നമ്മൾ കൊടുക്കാറുള്ളത് തന്നെ. ഇത് എപ്പോഴാണ് കൊടുക്കുന്നത് അച്ഛന്? അങ്ങനെയൊന്നുമില്ല, പ്രാവിന് നല്ല ഹെൽത്തി ആയിരിക്കും. ഇത് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കണേ അച്ഛന്? ഇല്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ട് എല്ലാം ഡ്രോപ്പായിട്ട് എടുത്ത് കൊടുക്കണേ. ഇപ്പോൾ ഒരു എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു 10-20 പ്രാവിന് ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിലും ഇല്ല, ഞാൻ എല്ലാം കയ്യിലെടുത്ത് ഓരോ പ്രാവായിട്ടന്നെ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ പ്രാവ് കുഞ്ച് വിരിഞ്ഞ് 3-ന്റെ അന്ന് തൊട്ട്. ഇതെന്താണ് സാധനം? ഓക്കെ, ഇതും ആൻറ്റിബയോട്ടിക് ആണ്. നമ്മൾ നേരത്തെ കഴിച്ചില്ലേ ഈ അസിട്രോമൈസിൻ, ആ അസിട്രോമൈസിനും ഇത് വന്നിട്ട് അമോക്സിലിൻ, രണ്ടും ആൻറ്റിബയോട്ടിക് തന്നെ. രണ്ടും വന്നിട്ട് യൂസ് ചെയ്യുന്നത് വന്നിട്ട് ഈ നമ്മളെ ഇപ്പോൾ ഈ കഫം, ഇളുപ്പ് അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ, അതേപോലുള്ളത് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇത് തന്നെ. അത് വന്നിട്ട് അമോക്സിലിൻ, അസിട്രോമൈസിൻ, ഇത് വന്നിട്ട് അമോക്സിലിൻ, രണ്ടും ഒരേ യൂസേജാണ് വരുന്നത്. 3 ദിവസം തൊട്ട് എത്ര ഡ്രോപ്സ് വെച്ച് കൊടുക്കുക? 1 തുള്ളി. ഓക്കെ, കൂടുതൽ കൊടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക് ആയതുകൊണ്ട് തന്നെ ചെറിയ കുഞ്ഞന്മാർക്ക് കൂടുതൽ കൊടുക്കാതിരിക്കുക. അതേപോലെ അത് രണ്ടും ആൻറ്റിബയോട്ടിക് ആണ്, എഫക്റ്റ് ഉള്ളതാണ്. സോ ഈ വീഡിയോയിൽ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ മരുന്നുകൾ. കാരണം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നു തരില്ല ചില കുഞ്ഞന്മാർ. പിന്നെ പോക്സ്, കുരു അച്ചോട്ടാണ് ഈ മരുന്ന്. ഇത് വന്നിട്ട് ഞാൻ ഇതിനെ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ല. ഇത് വന്നിട്ട് ഈ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണോ? ഈ കുരു പറഞ്ഞത് പൊട്ടിക്കണ്ട, ഇതിനെ ഇട്ട് കൊടുത്താണ്. ഇത് എത്രയാണ് പറഞ്ഞത് അച്ഛന്? 20 രൂപ. 20 രൂപ പറഞ്ഞുള്ളൂ. ഇത് എങ്ങനെ കൊടുക്കട്ടെ അച്ഛന്? കുരു പറഞ്ഞിട്ട് ശകലം ഒന്ന് തേച്ചാണ്. ഒരു 3 ദിവസം തേക്കുമ്പോൾ കുരു അങ്ങ് പോകും. ഓക്കെ, എത്ര കൂടിയ കുരുവായാലും ഒരു 5-6 ദിവസം തേക്കുമ്പോൾ കുരു അങ്ങ് പോകും. ഇത് വൈറ്റ് ഓയിൽമെൻ്റ് ആണ്, മനുഷ്യർക്ക് യൂസ് ചെയ്യുന്നത് തന്നെ. വന്നിട്ട് ഈ നമ്മളെ ഇത് വന്നിട്ട് ഈ ചൊറിച്ചൽ പോലെ വരണം, അതേപോലെ കുരുക്കൾ, അങ്ങനെയുള്ള റിംഗ് വാം, എൻസീമിയ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് ചെയ്യാനുള്ളതാണ്. പ്രാവിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ആ പോക്സിൻ്റെ പുറത്ത് തേച്ച് കൊടുത്താൽ മാത്രം മതി. വന്നിട്ട് കുരു പൊട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ വേറെ എക്സ്ട്രാ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് എത്ര ദിവസം ചെയ്യുമ്പോഴേക്കും ക്ലിയർ ആയി? ആരംഭമൊക്കെയാണെങ്കിൽ 2 ദിവസം. ഓക്കെ, മൂത്ത് പോയാൽ ഒരാഴ്ച വരെ ചെയ്യേണ്ടി വരും. കാരണം ഇത് പൊഴിഞ്ഞു പോകണം, ഇത് പെട്ടെന്ന് പൊഴിയും. ഇത് ഓയിൽ പോലെയാണ്. ഇത് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇത് അങ്ങനെ കരിഞ്ഞ് ഓക്കെ. സൂപ്പർ മരുന്നാണ്. പ്രാവിന് പോക്സിന് ഏറ്റവും നല്ല. ഓക്കെ,
ഇത് ഒറ്റ പ്രാവശ്യം ഒരു ദിവസം ഒരു പ്രാവശ്യം ഇട്ടാൽ മതി അതോ 2 പ്രാവശ്യം അപ്ലൈ ചെയ്യണം? ഓക്കെ, 2 ദിവസത്തെ ഒരിക്കൽ ഇട്ടാലും മതി. ഓക്കെ ഓക്കെ ഓക്കെ. വന്നിട്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ ഈ തൊഴിഞ്ഞു പോകുന്ന രീതിയിലാണോ അതോ ജസ്റ്റ് അത് നോർമലായിട്ടങ്ങ് താന്ന് പോകും? സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിലും ആ കുരു ഇളകി പോകുന്ന രീതി തന്നെ വരും. ഓക്കെ ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നും അങ്ങനെയുള്ള ഈ കണ്ണിൻ്റെ സൈഡിലൊക്കെ കുരു വന്നത് ഞാൻ കാണിച്ചു. ഓക്കെ ഓക്കെ. അപ്പം കണ്ണിൻ്റെ ഇതിൽ വന്നു കഴിഞ്ഞാലും വേറെ പ്രശ്നം കണ്ണിൽ അങ്ങനെയുള്ള വേറെ പ്രശ്നങ്ങളൊന്നും വരാറില്ല? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ആശാൻ്റെ കൂട് ഇതൊക്കെ ഒന്ന് വെയിലിൽ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയുകയാണ്. നമ്മൾ പ്രാവുകൂട്ടിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ എനിക്കിവിടെ കുറേ ആളുകൾ വെറുക്കുന്ന കുറേ പട്ടികളുണ്ട്. ആളുകളെന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുപാടുകൾക്കാണ് വലിയ വെറുപ്പുള്ളത്. അപ്പോൾ അത് കുരയ്ക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കില്ല. ചില പ്രാക്കളെ കാണിക്കും. ഞാൻ കൂടിൻ്റെ സൈഡിൽ നിൽക്കും. ഞാൻ കൈ കാണിക്കും കിഴക്കോട്ട്, അല്ലെങ്കിൽ ഞാൻ കിഴക്കോട്ടെന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ പട്ടി കുരയ്ക്കണമെങ്കിൽ കുരയ്ക്കട്ടെ. ഞാനൊരു 4 കൂട്ടിൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ വശങ്ങൾ പറയും. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് അതിൻ്റെ വിവരം പറഞ്ഞു തരും. ഈ 2 കൂടം വടക്കോട്ടാണ്. ഈ 2 കൂടം വടക്കോട്ടാണ്. ഈ കൂട് ഇത് തെക്കോട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, നല്ല വെയിൽ കിട്ടുകയാണ്. കണ്ടോ, നല്ല വെയിലാണ്. ഇത് സുറുമയ്ക്കും കാശ്മീരിനും കലയ്ക്കുന്ന കുഞ്ഞാണ്. കണ്ടോ, സുറുമയ്ക്കും കാശ്മീരിനും കലയ്ക്കുന്ന കുഞ്ഞ്. എന്നിട്ട് ഈ 2 കൂടുകൾ കിഴക്കോട്ടാണ് ഇരിക്കുന്നത്. 2 കൂട് കിഴക്കോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ രാവിലെയുള്ള വെയിൽ ചുമ്മാ അടിച്ചോണ്ടിരിക്കും. ഇത് രാവിലത്തെ ഇതിനകത്ത് തന്നെ അടിച്ചോണ്ടിരിക്കും. കണ്ടാ, രണ്ടുമായല്ലേ? ഇത് പടിഞ്ഞാറോട്ടാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിൽ രാവിലെ അടുത്ത് വെയിൽ വരുമ്പോൾ കറക്റ്റായിട്ട് അടിക്കും. ഇതാണ് എൻ്റെ കൂട്ടിലെ കയറ ജോഡി. സെറ്റ് ജോഡിയാണ്. ഓക്കെ. കറക്റ്റായിട്ട് കുഞ്ഞിന്റെ കുഞ്ഞുങ്ങളെല്ലാം പറക്കുന്നതാണ്. ഓക്കെ ഓക്കെ. നിങ്ങളിവിടെ സബ്ജ ലൈനേജ്. ഓക്കെ, സബ്ജ സെറ്റ്. ഇത് സബ്ജയ്ക്കും സുറുമയ്ക്കും കലച്ചതാണ്. ഓക്കെ ഓക്കെ. പ്യൂർ സബ്ജ അല്ല. സബ്ജ അല്ല. കണ്ടാ, ഒട്ടേറെ കണ്ടാ, കണ്ടല്ലേ? വ്യത്യാസം കണ്ടല്ലേ? എടുത്തിട്ടുണ്ടല്ലേ? വ്യത്യാസം കണ്ടല്ലേ? ഇത് സബ്ജ കളറിൽ ഇരിക്കണമെങ്കിലും സബ്ജയ്ക്കും സുറുമയ്ക്കും ഉള്ളതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് എത്ര വയസ്സാണ് ആശാൻ? ഇതിനൊക്കെ ഒരു 15-16 വയസ്സ്. ഓക്കെ ഓക്കെ. ഇതിന് 9 വയസ്സായത്. തലയുടെയൊക്കെ വലിപ്പം കണ്ടു. മുക്ക് പറ്റില്ല കയറി സൂപ്പർ സാധനം. ഇനി ഇതിനൊരു രഹസ്യം ഞാൻ പറഞ്ഞു.
ഇതിന് പച്ചത്തരി കയറിയിട്ടുണ്ടോ ആശാനെ കണ്ണില്? കണ്ണ് ധരിക്കും. എൻ്റെ അതിനല്ല, ഇത് എൻ്റെ തന്ത കാശ്മീരും തള്ള സുറുമയുമാണ്. ഓക്കെ ഓക്കെ. ഇതിൽ കാണുന്നു ഒരെണ്ണം ഫുൾ പച്ചയാണോ? ഇല്ല ഇല്ല. ആശാൻ ഈ പച്ചത്തരി ആക്ച്വലി പച്ച കണ്ണ് കയറിയതിന്റെ പ്ലസ് പോയിന്റ്സ് എന്താണ്? മഴയെ തരമില്ല എന്നാണ് വിശ്വാസം. ഓക്കെ. അല്ല, ഈ ചിലവർ പറയുന്നു, ഇപ്പം ഞാൻ ഇപ്പം 2 ദിവസം മുമ്പേ ഒരു 2 സെറ്റ് പച്ച എടുത്ത്, മെയിൽ ഫീമെയിൽ. അപ്പോൾ അതിന് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ പച്ച കയറിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, വന്നിട്ട് രാത്രി പറക്കൂല, അങ്ങനെയുള്ള രീതി. ആ കിടക്കണ കുഞ്ചിന്റെ തമ്മിലാണ് കളിക്കാൻ. ഇത് കാശ്മീരി സുറുമയായിട്ട് ഉടച്ച് കണ്ടോ? അതാണ് അതിന്റെ വ്യത്യാസം. ഇതാണ് തന്തയും തള്ളയും. ഈ കുഞ്ചിന്റെ തന്തയും തള്ളയും ഇതാണ്. ഓക്കെ. ഒന്ന് കാശ്മീരിയും ഇത് സുറുമയിലും തോന്നുന്നതാ? ഇത് കാശ്മീരിനും സുറുമയ്ക്കും കലച്ച. ഓക്കെ ഓക്കെ. അതാണ് ഈ ഷെയ്ഡ് വരുന്നത്. ഓക്കെ ഓക്കെ. ഇതിൽ ഈ പേരിൽ ഇറങ്ങിയ കുഞ്ഞന്മാരാണ് ഇത്. ഇതിൽ പാരന്റ് അതിന് ഗ്രീൻ ഐ ഉണ്ടോ, അതോ പാരന്റിൽ ഗ്രീൻ ഐ ഉണ്ടോ? ഈ അച്ഛനമ്മയിൽ ഗ്രീൻ ഐ ആയിട്ടുള്ളത് ഉണ്ട്. ആ തള്ളയുടെ അനിയത്തിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ 2 പ്രാവും കണ്ടാ ഇവിടെ കഴിഞ്ഞവണ വൈകുന്നേരം പറന്ന പ്രാവാണ്. ഇതാണ് അച്ഛൻ, ഇതാണ് അമ്മ. ഇതിന്റെ ഈ 2ന്റെ അച്ഛനും അമ്മയും ഇതാണ്. ഇത് രണ്ടുമാണ് കഴിഞ്ഞതിന് പറഞ്ഞതാ? കഴിഞ്ഞ വർഷം നമ്മൾ പഞ്ചായത്തിലല്ല, നമ്മുടെ വൈകുന്നേരം പറത്തി വെട്ടി വെച്ചേക്കണ പ്രാവ്. ഓക്കെ ഓക്കെ. സെറ്റ് ചെയ്ത് ചുമ്മാ. ഇനി നിങ്ങളിവിടെ ഇത് വന്നിട്ട് ഇത് പൊടി കുഞ്ചാണ്, ഒരു കല്ലി പോലും വീഴുന്നിട്ടില്ല. കണ്ടാ? കണ്ടാ? ഉണ്ടല്ലേ? യഥാർത്ഥ സബ്ജ കല്ലിയിട്ടിട്ടില്ല. യഥാർത്ഥ സബ്ജയ്ക്ക് കസ്പീഡ് വെള്ളം വരണം. കണ്ടാ? അമ്മയ്ക്കും ആ കസ്പീഡ് വെള്ളമുണ്ട്. കണ്ടാ? കണ്ടാ? മോക്കും ഷെയ്ഡ് വെള്ളമുണ്ട്, അമ്മയ്ക്കും ഷെയ്ഡ് വെള്ളമുണ്ട്, അമ്മയ്ക്കും കുളമ്പിൽ വെള്ളമുണ്ട്. കണ്ടാ? കാര്യം പിടിച്ചു വെച്ച് നോക്കിയാൽ കണ്ടല്ലേ? പിള്ളേക്കും നോക്കി കണ്ടാ? വേണ്ട. ഇത് യഥാർത്ഥത്തിൽ സബ്ജ, വംശമത്തെ സബ്ജ. ഇനി ഞാൻ പറയാം. കണ്ട കണ്ണില്, ഈ കണ്ണില് കുരു വന്നു, തേച്ചതാണ്. കണ്ടോ? കണ്ടാ? ഇത് ബോക്സ് വന്ന സമയത്ത് ഇത് പ്രാവ് തേച്ചതാണ്. നമ്മൾ മരുന്ന് എഴുതുമ്പോ ഇവിടെ ഇട്ട് തേക്കും. കണ്ടാ? ഇപ്പൊ കണ്ണ് ഒരു പ്രശ്നമില്ല. കണ്ടാ? കാലില് നോക്കി, ഇനി ഇത്രയുമേ ഉള്ളൂ. കണ്ടാ? കണ്ടാ? ഈ കാലില് പൊഴിഞ്ഞ് വിജയിക്കണം നോക്കി. കണ്ടാ? പൊഴിഞ്ഞ് പോണിടം വെള്ളയായിട്ടിരിക്കും. കണ്ടാ? കണ്ടാ? ഇപ്പോഴും മരുന്ന് തേച്ചിരിക്കുകയാണ്. അവരുള്ള തൊട്ട് മണപ്പിച്ചാൽ മനസ്സിലാവും. ഇതുപോലെ പ്രാവിന് ബോക്സ് വരുന്ന സമയത്ത് തേച്ച് വിടുക. സൂപ്പർ. ചുണ്ടില എവിടെ വന്നാലും തേക്കാം. കണ്ണിന് ഒന്നിനും ഒരു കേടില്ല. ഇത് കറക്റ്റ് ആ സൈഡിൽ വെയിലടിക്കുന്ന രീതിയിൽ സൂര്യൻ ചെല്ലുമ്പോ ഇഷ്ടം പോലെ കൂട്ടിനകത്ത് വെയിലടിക്കും. വെയിലടിച്ചെന്ന് പറഞ്ഞ് മുട്ടയ്ക്ക് കേടില്ല. മുട്ട ഇരിക്കണം. കണ്ടാ? കുഞ്ചിന് കേടില്ല. അതാണ്ടാ കുഞ്ചിരിക്കുന്നത്. വെയിൽ ഓപ്പണായിട്ട് അടിക്കുകയാണ്. കണ്ടല്ലേ? നമ്മള് പുറത്ത് കൂടെ വെച്ചിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളില്ല. വന്നിട്ട് വെയിലിപ്പ അടിച്ചെന്ന് പറഞ്ഞോണ്ട് അതനുസരിച്ച് പന്തയം വിടുമ്പോ മഴയും വെയിലും എല്ലാം ഏക്കണം. ഇതെല്ലാം പന്തയം പറഞ്ഞിട്ടുള്ള ആണുങ്ങളാണ്. ഒരേ ലൈനേജിൽ എന്തുമാത്രം പ്രാവ്. ഇത് പറക്കാത്തത് കൊണ്ടല്ല എടുത്തിട്ടേക്കണം, ഓവർ പറവുള്ളത് കൊണ്ടാണ് ആ സെറ്റുകള്. പിന്നെ പ്രാവിന്റെ അനുസരണം. കണ്ടാ? ചിറവിൽ കിടന്നാലും പെട്ടെന്ന് ചാടും. ഉണ്ടല്ലേ? ഇത് വൈകിട്ട് ഫുഡ് കൊടുക്കാൻ നേരത്തെ മാത്രം പുറത്തിറങ്ങുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ നിൽക്കുന്നതാ? കൂടിനകത്തും പുറത്തിറങ്ങാതെ നിൽക്കുന്നത്? ഇല്ല, നമ്മള് കൂട്ടിനകത്ത് തുറന്നു വിടും. തുറന്നു വിടുമ്പോ മഴയത്ത് തുറന്നു വിടാൻ പിന്നെ എന്നെ കൊണ്ട് പിടിച്ച് അടയ്ക്കാനും എടുക്കാനും ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട്
ഈ പടിഞ്ഞാറോട്ട് കൂട് വയ്ക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിൽ കംപ്ലീറ്റ് കിട്ടും. ഇപ്പം അതാണ്ടോ തെക്കോട്ട് വെച്ചേക്കണ കൂട്ടിൽ കറക്റ്റായിട്ട് വെയിൽ കിട്ടണില്ല. വടക്കോട്ടിരിക്കുന്ന കൂട്ടിലും കിട്ടും. കിഴക്കോട്ടിരിക്കുന്ന കൂട്ടിൽ അവിടെ നിന്ന് അതിനിപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല വെയിലായിരിക്കും. മുട്ട ഇരിക്കണമെന്ന് പറഞ്ഞ പ്രശ്നമില്ല, കുഞ്ചിരിക്കണമെന്ന് പറഞ്ഞ പ്രശ്നമില്ല. ഇതവിടെ കൃത്യമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി കുഞ്ഞുങ്ങളെ തമരെന്ന് പറയുമ്പോൾ ചെറുതിലെ കറക്റ്റ് ആയിരിക്കണം, എന്നാലേ വംശം തെറിച്ച് നിൽക്കണം. കണ്ടാ സുഹൃത്തെ, കണ്ടോ പൊടി കുഞ്ചല്ലേ, അത് ആ വംശം വെക്കുന്നത് കൊണ്ടാണ് അത് പറഞ്ഞത്. യഥാർത്ഥത്തിൽ സീന കലങ്ക വെള്ള എന്ന് പറയുന്ന സാധനം ഇതാണ്. സീന ഇതിന്റെ അച്ഛനാണ് ഈ കിടക്കുന്നത്. എന്താ ഞാൻ എടുത്ത് കാണിച്ചു. ഇതൊക്കെ ടൈം എങ്ങനെ വെച്ചിട്ടുണ്ട് അച്ഛന്? ഈ വെള്ള പറക്കുന്ന വഴി 15-16 മണിക്കൂർ പറക്കാത്ത പ്രാവ് ഇവിടെ വെച്ചിട്ടില്ല. ഇത് ആ കാണിച്ച വെള്ളയുടെ അച്ഛനാണ് കണ്ടാ. ഞാനൊരു വാക്ക് പറഞ്ഞു, നേര് നെറ്റിയായിരിക്കണമെന്ന് പറഞ്ഞത് കണ്ടാ. നമ്മൾ ഇവിടെ നിന്ന് ഈ ചുണ്ടിൽ നൂല് പിടിച്ചാൽ അതിനിടയിൽ വിടവ് കാണും. കണ്ടാ, നേര് നെറ്റി. ഈ നേര് നെറ്റിക്ക് അനുസരിച്ചാണ് നട്ടല്. നട്ടലിൻ്റെ അടുത്ത് വന്നിട്ട് തെമര് ഏന്തി തന്നെ നിൽക്കണം. ആദ്യം തെമര് ഏന്തി നിൽക്കണം. കണ്ടാ, അപ്പോഴേ തല പൊങ്ങി നിൽക്കും പോലെ തെമരും ഏന്തി നിൽക്കണം. ഇങ്ങനെ ആയിപ്പോരും. ഇനി അതിൽ വേറൊരു രഹസ്യമുണ്ട്. ചിലവർ പൊളിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നതാണ്. ഇരട്ടത്തമരുമുണ്ട്, ഒറ്റത്തമരുമുണ്ട്. രണ്ടായിട്ട് ഈ നടുക്കുള്ള കട്ട് വന്നിട്ട് രണ്ടായിട്ട് നിൽക്കുന്നത്. അതിൽ ഏറ്റവും ടോപ്പ് ആ 2 കട്ടിലും ഓരോ നൂലിങ്ങനെ നിൽക്കും. അങ്ങനെ വരാറുണ്ടോ? ആ നൂലുള്ളത് ടോപ്പ് പ്രാവ്. രണ്ടിതിലും കാണും. ഇരട്ടത്തമരുള്ളതും ടോപ്പ് പ്രാവ്. പക്ഷേ ഈ തമരിൻ്റെ അറ്റത്തൊരു ചില പ്രശ്നങ്ങളുണ്ട്. അതാണ് പൊളിച്ച് പറയിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത്. അതൊരിക്കലും പറയില്ല. ഇരട്ടത്തമരുള്ള പ്രാവുമുണ്ട്, ഒറ്റത്തമരുള്ള പ്രാവുണ്ട്. ഇരട്ടത്തമരിൽ നൂല് പോലെ 2 തമരിലും വിയ പോലെ അതുമുണ്ട്. അത് വംശത്തിലൊത്ത പ്രാവാണെങ്കിൽ പരസ്പരം ചേർത്താലും കുഞ്ഞൊക്കെ കുഞ്ഞൊക്കെ ആയിരിക്കണമെന്ന് പറയുന്നത് പറവയിൽ നൈറ്റ് മഴയത്ത് കറക്റ്റായിട്ട് മിനിമം മട്ടത്ത് 5-10 മിനിറ്റിലൊരിക്കൽ നടയിൽ വന്ന് കാണിച്ചിട്ട് പോകുന്ന പ്രാവിനെയാണ് പറയുന്നത്. മനസ്സിലായോ? ശരി. ഇത് ഇപ്പം ആദ്യം ട്രെയിൻ ചെയ്യിപ്പിച്ചുള്ള ഇവരല്ലേ? ഇപ്പം ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതല്ലേ? ഇവിടെ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ 1, 2, 3, 4. ഇതിപ്പോ എത്രയൊക്കെ ടൈം വെപ്പിച്ചു അച്ഛനെ? 6-7 മണിക്കൂറായി. ഓക്കെ. എത്ര ദിവസം പറപ്പിച്ചിട്ടുണ്ട് ഇതിന്? 4 ദിവസം. ഓടി പറവയാ ഇതിന്റെ മൂത്തതിനെയൊക്കെ നമ്മളിവിടെ പറച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒരു സുറുമയും ഇതുമാണ്. ഇത് ഫസ്റ്റ് ചുറ്റിക്കാൻ വിട്ടതിന് ശേഷം പിന്നെ ഒരു 4 പറയും കൊടുത്ത് 6 മണിക്കൂറാക്കി വെച്ചിരിക്കുന്നത്. 4 അല്ല 3 പറയും. നമ്മള് വിട്ടാ പറക്കും. നമ്മള് രാത്രി ഒരു 5 മണിക്ക് വിട്ട്. ഈ റെസ്റ്റ് എത്ര ദിവസം കൊടുത്തിട്ടുണ്ട് ആശാന്? 8 മണിക്കൂറാവുന്നവരെ ഇവിടെ റെസ്റ്റ് ഇല്ല. ഓക്കെ, എടുത്തും കൂടെ. പിന്നെ മീഡിയം പറവ പൊടിക്കുഞ്ഞുങ്ങളാണ്. 1-2 കല്ലിയാ. ഈ പ്രാവുകളൊക്കെ എങ്ങനെ ഈ ഡിസ്റ്റൻസ് പോയി വരണയാണോ അതോ ഇവിടെ തന്നെ ചുറ്റിയിട്ടിരിക്കുന്ന രീതിയിലുള്ളതാണോ? നമ്മള് മുറ്റത്ത് നിറച്ച് പ്രാവ് തുറന്ന് വിട്ടിട്ടല്ലേ പറത്ത്. അപ്പോഴതിന്റെ നീളവും പോക്കും പറയാൻ നോക്കില്ല. ഇതിന്റെ മൂത്തതൊക്കെ വേണ്ട 3 കല്ലി തീർന്നിട്ട് 4ാമത്തെ കല്ലി വരെയാണ്. കണ്ടല്ലേ, അത് 2 ചിറവിലും കറക്റ്റ് ആയിരിക്കണം. കണ്ടോ? ഇതിന്റെ ബാലൻസ് ഒക്കെ വേറെയാണ്. ഉണ്ട് 2.25 കല്ലി ആവണതേ ഉള്ളൂ. അത് 2 ചിറവിലും വേണം.
കണ്ടാ അതല്ല കണ്ണിൻ ചുണ്ടൊന്നും അല്ല കാര്യം. കണ്ണിനും ചുണ്ടിലും കാര്യമില്ല സുഹൃത്തെ. പൊടിക്കും ചേട്ടാ കണ്ടാ ഇത് വീഡിയോയിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. ഇപ്പോഴേ ചെവലങ്ങൂരുണ്ട് കണ്ടാ കുഞ്ചിൻ്റെ വലിപ്പം കണ്ട യഥാർത്ഥ തള്ളയും തന്തയാണ്. കുഞ്ചിരിക്കണ കളർ കണ്ട ഒന്ന് വെള്ളയിലും ഒന്ന് ചാമ്പയിലും അതിൻ്റെ എന്താ പേര് നോക്കിക്കോ അതല്ലേ തമര് ഇതിന് തമര ചെറിയ കുഞ്ഞായിട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. ഇല്ല എന്നാൽ ഇതിന് തമരില്ല. അത് ആരെല്ലാം ഉണ്ട് ചെറുത് മുള പാടിയിരിക്കണം കണ്ടാ. അതുകൊണ്ട് കളറല്ല വിഷയം. അത് ഇനി വരുമോ അച്ഛൻ അപ്പം അതോ വളരും. അതിന്റെ പാരന്റ്സ് വന്നിട്ട് വെള്ളയും കനി വൈറ്റും കണ്ടാ. കനി വൈറ്റ് അല്ല അതിന് ചെറിയ ചാമ്പ കയറി വന്ന നമ്മുടെ കണ്ണും ചുണ്ടും ഒന്നും നോക്കാറില്ല. എടുത്ത് കാണിച്ചു തരാം. അല്ല കണ്ണും ചുണ്ടും ഒന്നും നോക്കില്ല നമ്മൾ. ഇതിന് കണ്ണിലും ചുണ്ടിലും എന്തരാണ് സാമ്യത? ഇത് കലങ്ക കണ്ണ അതോ കരിങ്കണ്ണ? കലങ്ക ഇത് മഞ്ഞ പ്യൂർ വൈറ്റ് പ്യൂർ യെല്ലോ. എന്തരാണ് യോജിപ്പ്? അങ്ങനെ ഒന്നുമില്ല. വംശം നോക്കണം. ഇത്രയേ ഉള്ളൂ. നമ്മൾ അപ്പോൾ എല്ലാവരും ഡൗട്ട് പോലെ കൂടുതൽ ശരി ഒരിക്കലും സൈഡിൽ നിന്ന് പറഞ്ഞെടുത്ത് ഇത് വന്നിട്ട് രാവിലെ തെളിച്ചല്ലേ അല്ല ഉച്ചയ്ക്ക് ശേഷമുള്ള വെളിച്ചം ഇതിലടിക്കും. ഓക്കെ ഓക്കെ ഇതിപ്പോ തെക്കോട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ ഇപ്പോഴും വെയിൽ അടിച്ചോണ്ടിരിക്കുന്നത് തെക്കോട്ട് ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോ. ഇത് വടക്കോട്ടാണ് ഇരിക്കുന്നത്. രാവിലെ ഒരു 9 മണിക്കൊക്കെ ഉള്ള വെയിൽ ഇതില്. ഓക്കെ ഒരു 9 മണിയാകുമ്പോ ഇതില്. ഇതിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഭൂമധ്യരേഖയിൽ 5 ഡിഗ്രി തെക്കോട്ടും വടക്കോട്ടും ചാഞ്ഞാണ് സൂര്യൻ പോകുന്നത്. അവിടെ അതിനെ കണക്കാക്കിയാണ് ഈ കൂട് വെച്ചിട്ടുള്ള. പ്രത്യേകിച്ച് വെയിലൊന്നും വേണ്ട. ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൽ 1-2 കൂട്ടുകാർ എൻ്റെ ആത്മാർത്ഥ കൂട്ടുകാരാണ്. പാലക്കാട്, മലപ്പുറം, വടകരയൊക്കെ ഉള്ള കൂട്ടുകാർ. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പൊന്നൻ നിറഞ്ഞു നിന്നു. ഈ ഇപ്പം എടുത്ത യൂട്യൂബർ എടുത്ത വീഡിയോയിലൊന്നും പൊന്നൻ്റെ സാന്നിധ്യവും പൊന്നൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പൊന്നൻ എന്ന് പറയുന്നത് പ്രാവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളല്ല. പുള്ളി മുടങ്ങാതെ കൂലിപ്പണിക്ക് ഇന്നും കൂലിപ്പണിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളിന് എനിക്ക് മെനക്കെടുത്ത് ഇവിടെ ഇരുത്തുന്നത് ഇഷ്ടമല്ല. അല്ലാതെ പൊന്നന് ഞാനുമായിട്ട് ഒരു പ്രശ്നവുമില്ല. ഒരു പ്രാവ് വളർത്തുകാരുമായിട്ട് എനിക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയില്ല. ഇനി എനിക്കിതിൽ പറയേണ്ട ഒരു പ്രധാന കാര്യം പ്രാവ് പറത്തുകാരറിയാൻ വേണ്ടി പറയുകയാണ്. പല സംഘടനയും ഇന്ന് വലിയ കഷ്ടത്തിലാണ്. എല്ലാവരും ഞാൻ മുൻ വീഡിയോകളിൽ എടുത്തെടുത്ത് പറഞ്ഞ കാര്യമാണ് വീണ്ടും പറയുന്നത്. പൈസ അടയ്ക്കാത്ത ആളുകളെ പേര് ഫിക്സറിൽ വരരുതേ എന്ന് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പല സംഘടനകളും പന്തയം കഴിഞ്ഞിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രൈസ് കൊടുക്കാൻ പറ്റാതെ വളരെ വിഷമിച്ച് നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോഴും ഞാൻ കേട്ടു പ്രൈസ് കൊടുത്തു. പ്രൈസ് കൊടുത്തില്ല ആശാന്, ആരും പൈസ തരുന്നില്ല. ആ മനുഷ്യൻ്റെ അടുത്ത് ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞ ഇതാണ്, പന്തയത്തിൻ്റെ പൈസ ഫിക്സർ തയ്യാറാക്കണതിൻ്റെ തലയ്ക്ക് തലേ ദിവസം വരെ എത്തിക്കാത്തവരുടെ പേരാ ഫിക്സറിൽ വരരുത്. ഈ ഫിക്സർ കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട് സുഹൃത്തെ. പല സ്ഥലങ്ങളിൽ പെയ്യാൽ ഒരു പിക്ചർ ഇരുന്നാൽ ഒരു പ്രാവ് വളർത്തുകാരെ അവിടെ കാണും. ഇവർക്ക് തെറ്റിപ്പെയ്യാൽ പല ഇതും ചെയ്ത് വിടും. അതുകൊണ്ട് പൊന്നു പന്തയക്കാരെ, പ്രാവ് വളർത്തുന്നവരെയല്ല പന്തയം വിടുന്നവർ, നിങ്ങൾ ആ പന്തയ പൈസകളൊക്കെ കറക്റ്റായിട്ട് കൊടുത്ത്
കറക്റ്റ് ഇടപാടായിരിക്കണം, ആരെയും വിഷമിപ്പിക്കല്, ഇതിൽ വലിയ ലാഭങ്ങളൊന്നും കിട്ടുമില്ല. അതുകൊണ്ട് കറക്റ്റായിട്ടിരിക്കണം. അതുപോലെ പല സംഘടനകളും നല്ല രീതിയിൽ കറക്റ്റായിട്ട് ഉടൻ തന്നെ പ്രൈസ് കൊടുക്കുകയും ആ ചടങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. ചില സംഘടന വെച്ച് നീട്ടുകയാണ്. അതൊക്കെ പോരാ. പന്തയം കഴിഞ്ഞൊരു 2 മാസത്തിനകത്ത് പ്രൈസ് കൊടുത്ത് ആ പ്രശ്നങ്ങൾ ഒതുക്കുകയും അടുത്ത പന്തയത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യണം. അതുകൊണ്ട് പല സംഘടനകളും ഈ പിരിവ് കുറഞ്ഞ് ലസിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പല സംഘടനകളും വിചാരിക്കുന്നത് ആള് എണ്ണം കൂടുതൽ വേണം. എന്നിട്ട് പലരും താലി പണയം വെച്ചും സ്വന്തം ഭാര്യയുടെ മാല പണയം വെച്ചും പ്രൈസ് കൊടുത്ത ചരിത്രം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ കാര്യത്തിന് സംശയം വേണ്ട. ഒരു സംഘടനയിൽ ഞാനും എൻ്റെ കൂട്ടുകാരും വയ്യപ്പോഴും അവസാനത്ത് ഭാര്യയുടെ മാല കൊണ്ടുചെന്ന് പണയം വെച്ച് പ്രൈസ് കൊടുത്ത് തീർത്തു. പിന്നീട് ഇങ്ങോട്ട് ആ സംഘടന പന്തയം വിട്ടു. കാരണം ഇതിൽ വലിയ ലാഭമൊന്നും കിട്ടൂല. അതുകൊണ്ട് പറവക്കാരോടുകൂടി ഞാൻ തൊഴുകഴിയോടെ പറയുകയാണ്, കറക്റ്റായിട്ട് ആ പൈസ അടച്ചിരിക്കണം. സന്തോഷമായിട്ടും ഞാൻ സംഘടനക്കാരോട് പറയുകയാണ്, പൈസ അടയ്ക്കാത്തവരുടെ പേര് പിക്ചറിൽ വരരുത്. പന്തയം കഴിഞ്ഞ് 2 മാസത്തിനകത്തെങ്കിലും ആ പൈസ കൊടുത്ത് പ്രൈസ് കൊടുത്ത് ആ ഇടപാട് തീർക്കണം. പിന്നെ അവസാനമായി ഇനി എന്നൊരു വീഡിയോ എടുക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്. പാണമ്മള നാലാഞ്ചിറ പാണമ്മള ജസ്റ്റിൻ സാർ ഒരു പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചു. പുസ്തകം എഴുതി. 2ാമത്തെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ യൂട്യൂബ് എടുക്കാനും എന്നെ ഇങ്ങനെ അങ്ങ് എത്തിക്കാനും വട്ടപ്പാറ റെജി 2 പേരേക്കും ഒരു നന്ദി. 3ാമത് ഈ പുസ്തകം എവിടെ കിട്ടുമെന്ന് ചോദിച്ചവരുടെ അടുത്ത് ഞാൻ പറയുകയാണ്, അത് വിൽപ്പനയ്ക്ക് വേണ്ടിയല്ല എടുത്തത്. നിങ്ങൾക്ക് 10-50 പുസ്തകം അടിക്കണമെങ്കിൽ നേരിട്ട് വന്നാൽ ഞാനൊരു പുസ്തകം തരാം. 2 ദിവസം കൊണ്ട് അടിച്ചിട്ട് ഞാൻ തരുന്ന പുസ്തകം ഇങ്ങ് കൊണ്ടുതരണം. അങ്ങനെ സന്മനസ്സുള്ളവർക്ക് ഒരു പുസ്തകം തരാം. ഞാനൊരു പുസ്തകം ഇവിടെ എൻ്റെ ഓർമ്മയ്ക്ക് സൂക്ഷിച്ച് എൻ്റെ മക്കൾക്ക് വേണ്ടി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പന്തയ ഫീസ് കൊടുക്കുന്നതും പന്തയ പ്രൈസ് കൊടുക്കുന്നതും കാലതാമസം ഉണ്ടാക്കരുത്. പിന്നെ ഇന്നിവിടെ വരാൻ പറ്റാത്ത ദിനേശനും അവരുടെ സംഘടനയിലെ മറ്റെല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. എന്നോട് സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. നല്ല കമൻ്റ് ഇടുന്നവർക്കും എൻ്റെ നന്ദി. മോശം കമൻ്റ് ഇടുന്നവർക്ക് അതിനേക്കാൾ എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം അവർക്ക് അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ്, അല്ലെങ്കിൽ ചില ഭാഗ്യശക്തികൾ അവരെ അടുക്ക കമൻ്റ് ഇടാൻ പ്രേരിപ്പിക്കുകയുമാണ്. അതുകൊണ്ടാണ് ഞാനൊരു പട്ടിയുടെ കഥ പറഞ്ഞത്. ആ പട്ടി ആ കുട്ടിയെ രാവിലെ കൊണ്ടുപോകുകയും അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോരുകയും തിരിച്ച് വൈകിട്ടും പോയി കൊണ്ടുവരും. അതുകൊണ്ട് മാന്യ പ്രേക്ഷകരെ, ഇനി ഞാൻ ചോദിക്കാണ്ട അടുത്ത വീഡിയോയിൽ, കാരണം ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു ഈ വീഡിയോ. നമുക്ക് അടുത്ത ഒരു വീഡിയോ അടുത്ത് കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ വന്നിട്ട് ഏകദേശം ഒരു 30 minutes ആയി, അരമണിക്കൂറായി. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഏകദേശം 45 minute ഒക്കെ ചെയ്തപ്പോൾ ആൾക്കാർ കുറേശ്ശെ കാണുകയും പിന്നെ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരികയും, അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ആശയം വന്നിട്ട് എല്ലാ വീഡിയോയിലും കറക്റ്റായിട്ട് ഡീലായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും ഡൗട്ടായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ആൾക്കാർ സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോകളെല്ലാം നമ്മൾ ചെറിയ പാർട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ 3ാമത്തെ ഒരു പാർട്ടിൽ അടുത്ത ബാലൻസ് ക്വസ്റ്റ്യൻസ് കയറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.